നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇനി ഞാൻ സഹിക്കൂല. ഇനി സഹിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഈ പച്ചക്കള്ളങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിക്കും. ദാറ്റ് ഐ വോണ്ട് ടോളറേറ്റ്. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ എന്നെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ കള്ളങ്ങൾ പടച്ചു വിടുന്നവർക്ക് മുന്നിൽ ഞാൻ മുട്ടുമടക്കില്ല. ഞാനിതൊന്നും സഹിക്കാൻ പോകുന്നില്ല. നെയ്മർ ജൂനിയർ കട്ടക്കലിപ്പിലാണ്. അദ്ദേഹം തന്നെ സ്റ്റോറിയിൽ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഷാപ്പി കോയൻസിനെതിരെയുള്ള സാൻഡോസിൻ്റെ മത്സരം, ആ മത്സരത്തിൻ്റെ ഇടവേള സമയത്ത് ലോക്കർ റൂമിൽ നെയ്മർ ജൂനിയർ സാൻഡോസിൻ്റെ യുവതാരങ്ങളെ ചീത്ത വിളിച്ചു എന്ന തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വന്നു. അത് എല്ലാ പ്രമുഖ ബ്രസീലിയൻ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. സാൻഡോസിൻ്റെ അകത്തു നിന്ന് തന്നെ ചോർന്ന വിവരമാണെന്നാണ് ലഭ്യമാവുന്നത്. കാരണം ലോക്കർ റൂമിൽ നടന്ന് പുറത്തറിയണമെങ്കിൽ ആരോ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നെയ്മർ അതിനെ അതിശക്തമായ ഭാഷയിൽ എതിർക്കുകയാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല. പിന്നെ ഫുട്ബോളിൽ ഇതൊക്കെ നോർമലാണ്. ഹാഫ് ടൈം സമയത്ത് താരങ്ങളെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിക്കും. അല്ലാതെ അതിങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ നെയ്മർ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അതിൽ പ്രത്യേകിച്ച് ബൊൻഡം പോയ അദ്ദേഹം മോശമായ വാക്കുപയോഗിച്ച് വിളിച്ചു. അതുപോലെ തന്നെ ആ ഓൺ ഗോൾ അടിച്ചിട്ടുള്ള ജോൺ ആനീസ് എന്ന് പറയുന്ന ഡിഫൻഡറെ അദ്ദേഹം മോശമായി സംസാരിച്ചു എന്നൊക്കെയാണ്. അപ്പം ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണിപ്പോൾ നെയ്മർ ഏതായാലും പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നെയ്മർ പറയുന്നു, ഇനി ഇമാതിരി കാര്യങ്ങൾ ഞാൻ ടോളറേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. നെയ്മർ പറയുന്നു, തീർച്ചയായിട്ടും ഇത്തരം സംഗതികൾ അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ദിവസത്തെ നമ്മുടെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല സംഭവിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം, ദർ ഈസ് ഓൺ മോർ തിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിച്ച് പോകുന്നത്. ചില ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അതായത് ഞാൻ യുവതാരങ്ങളെ ലോക്കർ റൂമിൽ ചീത്ത വിളിച്ചു എന്ന്. അത് പൂർണ്ണമായിട്ടും തെറ്റായ ഒന്നാണ്. ആരാണ് ഈ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? അവരോട് പറയുകയാണ്, പ്ലീസ് ഡോണ്ട് ഡൂ ദാറ്റ്. കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത്. കള്ളങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ലോക്കർ റൂമിലുള്ള ആരോട് വേണമെങ്കിലും ചോദിക്കാം എന്താണ് സംഭവിച്ചത് എന്ന്. അവിടെ ഒരു ഡിസ്കഷൻ നടന്നു. അതായത് ടീമിൻ്റെ അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടന്നു. ഞാൻ സംസാരിച്ചു, ലൂക്കാസ് സംസാരിച്ചു, അറാവോ സംസാരിച്ചു, ഗാബി സംസാരിച്ചു, പെരാൾഡോ സംസാരിച്ചു. ഞങ്ങളെല്ലാവരും അവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പം ഞങ്ങൾ സ്വയം അക്കൗണ്ടബിൾ ആവുകയായിരുന്നു അവിടെ ചെയ്തത്. അത് നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം ഞങ്ങളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കോമ്പറ്റിറ്റീവാണ്. ഞങ്ങൾക്ക് വിജയിക്കണം. ഞങ്ങൾക്ക് വിജയികളായിട്ട് മടങ്ങണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. ഫുട്ബോളിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കും. ഹാഫ് ടൈമിലൊക്കെ താരങ്ങളെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ നടത്തും, ഒരു കുറച്ചുകൂടി ആവേശകരമായിട്ട് അടുത്ത ഹാഫ് കളിക്കാൻ വേണ്ടി. പക്ഷേ ഒരു തരത്തിലുള്ള സ്കോൾഡിങ്ങും ചീത്തവിളിയും ഏതെങ്കിലും യുവതാരത്തെ ലക്ഷ്യമാക്കി നടത്തിയിട്ടില്ല. ഇത് ഞാൻ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതൊന്നും സഹിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. ഇനി മുതൽ അങ്ങോട്ട് ഇത്തരം കള്ളങ്ങൾ പടച്ചുവിടുന്നതിന്, ഇൻ്റർനെറ്റിൽ പടച്ചുവിടുന്നതിന് ഞാൻ ഒരിക്കലും ടോളറേറ്റ് ചെയ്യില്ല എന്ന് തന്നെ നെയ്മർ കട്ടക്കലിപ്പിൽ പ്രതികരിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.